ഇമോഷൻസ് അവതരിപ്പിക്കാൻ മറ്റൊരു നടനില്ല നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഇത്രയും ഭംഗിയായി. അപ്പോൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അതിൽ ശ്രദ്ധിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരുന്നു അതിൻ്റെ മേക്കിംഗ് സമയം, ആ സമയത്തെ ഷൂട്ടിൻ്റെ സമയത്തെയൊക്കെ അവസ്ഥ എങ്ങനെയായിരുന്നു? അല്ല, അതില് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്താ അറിയോ, അതായത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ജോർജ് കുട്ടി ശരിക്കുള്ള ഇമോഷൻസ് അല്ല കാണിക്കുന്നത്. ഇയാൾ ശരിക്കുള്ള ഇമോഷൻസ് കാണിച്ചാൽ പിടിക്കപ്പെടും. അയാൾ ഭയങ്കര ഹൈഡ് ചെയ്ത് ചെയ്യേണ്ട ഒരാളാണ്. പക്ഷെ ഫാമിലിക്ക് വേണ്ടി ജോർജ് കുട്ടി ചെയ്യുന്ന കാര്യങ്ങളും the emotions going through him, അത് വളരെ വളരെ ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ആണ് ചെയ്യുന്നത്. പോലീസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അയാൾക്ക് സത്യം പറയാൻ പറ്റില്ലല്ലോ. അപ്പം അയാൾ പറയുന്നതെല്ലാം കള്ളമാണ്, അയാൾ കാണിക്കുന്നത് മുഴുവൻ കള്ളമാണ്. അത് അപ്പോൾ ആ ഇമോഷൻസും അയാളുടെ അകത്തുള്ള ഇമോഷൻസ് എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. നമ്മൾ അഭിനയിക്കുന്ന ഒരാൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത തരത്തിൽ ജോർജ് കുട്ടി വളർന്നു പോയി. അപ്പോൾ ജോർജ് കുട്ടിയുടെ ഇമോഷൻസ് എന്താണെന്ന് നിങ്ങൾ സിനിമ കാണുന്നവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അയാൾ എന്താണ് മനസ്സിൽ ആലോചിക്കുന്നത്. ഡയറക്ടർ ആയിട്ടുള്ള ജിത്തു ജോസഫ് പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഇതിപ്പോ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് അല്ല, എൻ്റെ കയ്യിൽ നിന്ന് ആദ്യമേ അയാൾ പോയി. അങ്ങനെയാണല്ലോ നമുക്ക് ചില ക്യാരക്ടേഴ്സ് അങ്ങനെയല്ലോ. വളരെ റെയറായിട്ട് ഒരു ആക്ടറിന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഇത്രയും സിനിമാ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉള്ളൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഒന്നല്ലല്ലോ, 13 വർഷമായിട്ട് ഇയാൾ നമ്മുടെ കൂടെ നടക്കുകയല്ലേ. അപ്പോൾ അയാളെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് കെട്ടണം, അല്ലെങ്കിൽ അയാൾ ആ ക്യാരക്ടർ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അത്രയും വളർന്നു പോയ ക്യാരക്ടർ. ലാലേട്ടൻ്റെ സിനിമാ ജീവിതത്തിലെ ആ രീതിയിൽ അടയാളപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ തന്നെയാണോ ജോർജ് കുട്ടി? അതായത് ഇത്രയും വർഷം ഇങ്ങനെ ലൈഫിൽ. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമല്ലേ ജോർജ് കുട്ടി. വേറെ ഒരുപാട് സിനിമകളുണ്ടെങ്കിലും ഒരു സിനിമയിൽ അത് ഇപ്പോൾ പെട്ടെന്ന് പറയാം, തൂവാനത്തുമ്പികൾ എന്നുള്ള സിനിമ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാണ്. അതിലെ ക്യാരക്ടറൈസേഷൻ ഇപ്പോൾ ഇതിപ്പോൾ ദൃശ്യം എന്ന് പറയുന്നത് അന്ന് ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ അതിന് 2ാം ഭാഗം ഉണ്ടായി, അതിന് 3ാം ഭാഗം ഉണ്ടായി, ഇനി വേണമെങ്കിൽ 4ാം ഭാഗം ഉണ്ടാകാം. പക്ഷേ അതൊരു വലിയ ഫ്രാഞ്ചൈസായിട്ട് മാറി. അപ്പോൾ അതുപോലെ ഞാൻ സിനിമകൾ ചെയ്തിപ്പോൾ പിന്നെ എന്താണ് നാടോടിക്കാറ്റ്, അല്ലെങ്കിൽ പട്ടണപ്രവേശം, അല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള അക്കരെ അക്കരെ, അതിൽ ആ ക്യാരക്ടേഴ്സിനെയാണ്, അത് ഒരു ഫൺ ഫിലിമായിട്ടാണ്. ഇത് ഹൈലി ഇമോഷണൽ ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഫാമിലിയും വളരുന്നുണ്ട്. കുട്ടികളൊക്കെ വലുതായി ഭയങ്കരമായിട്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതൊക്കെ അപ്പം നമുക്കൊരിക്കലും ഒരു ആക്ടറിന് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അത് എനിക്ക് തോന്നുന്ന ഇത്തരത്തിലൊരു മലയാളത്തിൽ അല്ലെങ്കിൽ എനിക്ക് വേറെ ക്യാരക്ടേഴ്സൊന്നും കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാം. അതെ, ഒരു ക്യാരക്ടറായി ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു, അത് പിന്നെ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി അത് ഉള്ളിലുണ്ടാകുമെന്നതിനപ്പുറം പിന്നീട് അതിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണല്ലോ. ഇതിപ്പോൾ 8 വർഷത്തിന് ശേഷം ഒന്നുകൂടി ജോർജ് കുട്ടിയായി, പിന്നീട് ഇപ്പോൾ 5 വർഷത്തിന് ശേഷം വീണ്ടും ജോർജ് കുട്ടിയായി, അതിലും ഇമോഷണലായി അതിൽ നിൽക്കേണ്ടി വരുവാണ് ആ ക്യാരക്ടറിൽ. അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കിരീടം എന്നുള്ള സിനിമയുടെ സെക്കൻഡ് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ചെങ്കോൽ എന്നൊരു സിനിമ ഉണ്ടായത്. അത് ഭയങ്കര ഇമോഷണൽ ഫിലിമാണ്. അപ്പോൾ എപ്പോഴും അത് കിരീടത്തിന് അത്ര പറ്റിയില്ലെന്ന് ഒരു കംപ്ലൈൻറ്റ് വരും. കാര്യം കിരീടം എന്ന് പറയുന്നത് വേറെ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ അയാൾക്ക് പോകാൻ പറ്റില്ല, അയാൾ താഴേക്കേ പോകുള്ളൂ. അയാളുടെ ഫാമിലി നശിച്ചു, അയാൾ ജയിലിൽ പോയി, എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ വീണ്ടും അയാൾ ഏറ്റവും സോബറായിട്ട് നടക്കാനേ ശ്രമിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ജോർജ് കുട്ടി. അയാൾക്ക് പക്ഷേ ഇതിൽ അയാൾ സോബറായിട്ട് നടക്കാൻ ശ്രമിക്കുന്നെങ്കിലും അയാൾക്ക് ആ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്ത് വന്നാലും നിങ്ങളെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറല്ലേ. അപ്പോൾ അത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ അതൊന്നും ബാധിക്കുന്നില്ല. അപ്പം നമ്മൾ ഇപ്പം ഞാനും മെയിനായിട്ട് സംസാരിക്കും, നമ്മൾ വീണ്ടും ഒരു വീട്ടിൽ തിരിച്ച് നമ്മൾ പോകുന്ന പോലെയാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊരു അതെ റീയൂണിയൻ പോലെയാണ്. ആ വീട് നമുക്കറിയാം, ആ മുറികൾ അറിയാം, അവിടുത്തെ അടുക്കള അറിയാം, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ആൾക്കാരെ അറിയാം, ഡൈനിങ് ടേബിൾ അറിയാം, എല്ലാം അറിയാം. അപ്പം നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. അപ്പം അവിടെ ചെല്ലുമ്പം നമ്മൾ ആ ക്യാരക്ടേഴ്സായിട്ട് മാറാൻ കുറച്ചുകൂടെ വളരെ ഈസിയാണ്. ലലേട്ട, ഇത് പനോരമ തൂക്കി ദൃശ്യമെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ വിഴുങ്ങി ദൃശ്യമെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ബിസിനസ് സൈഡ്? അതെനിക്ക് കൂടുതൽ പറയാനറിയില്ല. അതിൻ്റെ ഒരു പ്രൊഡക്ഷനുമായിട്ട് സംസാരിക്കും. ആശീർവാദിൻ്റെ റോൾ എന്താണ്? ആശീർവാദിൻ്റെ റോളാണ് ഈ സിനിമ എടുത്തു എന്നുള്ളത്. പ്രൊഡക്ഷൻ അല്ല, അവര് ഈ സിനിമ ഹിന്ദിയിലോട്ടൊക്കെ ചെയ്യുന്നവരാണ്, ആദ്യത്തെ 1ഉം 2ഉം ഒക്കെ. അപ്പോൾ അവർക്ക് നമ്മളുമായിട്ട് ജോയിൻ ചെയ്തിട്ട് 3 ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. ഇതൊരു വലിയൊരു നല്ലൊരു കാര്യമല്ലേ, ഒരു വെളിയിൽ നിന്നൊരു വലിയൊരു കമ്പനി വരുന്നു, ഇങ്ങനൊരു സിനിമയെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതിനെ വിഴുങ്ങി എന്നുള്ള വാക്കൊന്നും ശരിയല്ല. മലയാള സിനിമയ്ക്ക് കൂടിയുള്ള അംഗീകാരമാണ് തീർച്ചയായിട്ടും. അപ്പം അത്തരം സിനിമകൾ വരണം, അങ്ങനെയാണല്ലോ. ഒരുപാട് പിന്നെ ആൾക്കാർ മലയാളത്തിനെ ഫോക്കസ് ചെയ്യുന്നൊരു സമയമാണ്. മലയാളത്തിൽ അവർക്ക് സിനിമകൾ എടുക്കണം.
മേ ബി അവരുടെ ഒരു വേ ഓഫ് ഫിലിം മേക്കിംഗ് നമ്മുടെയൊക്കെ വളരെ ഡിഫറൻ്റാണ്. മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ലൊരു പൊസിഷനിങ് ഉള്ള സമയമാണ്. അപ്പം ഈ ഒരു കാര്യം കൊണ്ട് വേറെ ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകട്ടെ എന്ന് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ലാലേട്ടനോട് ചോദിക്കുന്നില്ല, അത് ക്ലീഷയാണല്ലോ. മീന ഇന്നലെ ഈ പ്രസ് മീറ്റിന് ശേഷം വരുമ്പോൾ മലയാളത്തിൻ്റെ മമ്മൂട്ടിയാണ്, മമ്മൂട്ടിയെ പോലെയാണ് മീന എന്ന് പറയുന്നുണ്ട് നടികളിൽ. അതെന്താ? അതെന്ന് വെച്ചാൽ ഒരു മാറ്റമില്ല. താങ്ക് യു. ഞാനല്ല, മാധ്യമങ്ങളിലൊക്കെയുള്ള ചർച്ചയാണ്, റീൽസ് ഒക്കെ അങ്ങനെ വരുന്നത്. ശ്രദ്ധിച്ചില്ല? ഇല്ല, കണ്ടില്ല ഞാൻ. ഓ, താങ്ക് യു സോ മച്ച്. ഒരു മാറ്റമില്ല. എത്ര മുമ്പും മീനെ കാണുന്നു അതുപോലെ തന്നെ മീന ഇപ്പോഴും ഇരിക്കുന്നു. താങ്ക് യു. ഞാൻ എന്ത് പറയാ. താങ്ക് യു സോ മച്ച്. ഒരുപാട് നായികമാരെ കാണുന്നതാണല്ലോ അല്ലേ? അങ്ങനെ ഒരു നടിയാണ് മീനയെന്ന് ലാലേട്ടന് തോന്നുന്നുണ്ടോ? ഞാൻ പലപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഇവിടെ തോന്നുമ്പോൾ ശരിക്കും മമ്മൂട്ടിയെ പോലെ തന്നെ ഉണ്ട്. അയ്യോ, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ എത്രയോ വർഷമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ആ കുട്ടി അങ്ങനെ തന്നെയാണ്. അതൊക്കെ ചില ബ്ലെസ്സിങ്സ് ആണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.